ശ്രീമുഖി സ്മരിച്ചുകൊണ്ട് മണ്ഡലത്തിൽ ഓമിത്യേതക്ഷരമിദം സർവം തസ്യോകം വ്യാഖ്യാനം ഭൂതം ഭവിഷ്യതി സർവം ഓംകാരൈവ യച്ഛാന്യത്ര കാലാതീതം തദപ്യോംകാരൈവ. സർവം ഹേതബ്രഹ്മായമാത്മാ ബ്രഹ്മാ സ്വയം ആത്മാ ചതുഷ്പാദ. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖസ്ഥൂലഭ വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോന്തപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവൃത്തഭുക്തേജസ്സോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം ഗായത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം. സുഷുപ്തസ്ഥാനേകീഭൂതപ്രജ്ഞാനഘനേവാനന്ദമയോ ഹ്യാനന്ദമുഖ്ചൈതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. യേഷ സർവേശ്വര യേഷ സർവജ്ഞേഷ അന്തര്യാമി യേഷ യോനിഃ സർവസ്യ പ്രഭോ അപ്യയോ ഹി ഭൂതാനാം. നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യമോ വ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം യോഗാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരമോങ്കാരോ അധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദ മകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാ മാത്രാ തീരാദിമത്വാദ്വാ ആപ്നോതി വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ.
സ്വപ്നസ്ഥാന തേജസൗകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദുഭയത്വാദ് വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതിം സമാനസ്യ ഭവതി നാസ്യ ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ സുഷുപ്തസ്ഥാനപ്രജ്ഞോമകാരസ്തൃതീയ മാത്രാമിതേരപീതേർവാമിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ മാത്രശ്ചതുർത്ഥോ വ്യവഹാരിഃ പ്രപഞ്ചോ വശം സ്യു അദ്വൈത ഇയം ഓംകാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം ഏവം വേദ അലാദശാന്തി പ്രകടനത്തിൽ 47-ാമത്തെ കാര്യം ഋജു വക്രാദികാഭാസം അലാദസ്പന്ദിതം യഥാ ഗ്രഹണഗ്രാഹകാഭാസം വിജ്ഞാനസ്പന്ദിതം തഥാ ഏവം യഥോക്തേഭ്യോ ഹേതുഭ്യോ ന ജായതേ ചിത്തം ഏവം ധർമ്മ ആത്മാനഃ അജാ സ്മൃത ബ്രഹ്മവിദ്ഭിः ഏവം ന ജായതേ ചിത്തം എന്നിപ്പോൾ പറഞ്ഞു. യഥോക്തം പരമാർത്ഥ ദർശനം പ്രപഞ്ചയിഷ്യന്നഃ എന്നുമ്പോൾ പറഞ്ഞു. കഴിഞ്ഞ കാരികയിൽ ചർച്ച ചെയ്ത പരമാർത്ഥ ദർശനത്തെ പ്രപഞ്ചയിഷ്യൻ അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. യഥാഹി ലോകേ ഋജുവക്രാദിപ്രകാര ആഭാസം അനാദസ്പന്ദിതം ഉൽക്കാചലനം തഥാ ഗ്രഹണഗ്രഹകാഭാസം വിഷയാഭാസം ഇത്യർത്ഥഃ കിം തദ് വിജ്ഞാനസ്പന്ദിതം സ്പന്ദിതമിവ സ്പന്ദിതം അവിദ്യ നഹി അചലസ്യ വിജ്ഞാനസ്യ സ്പന്ദനമസ്തി അചലമിത്യുക്തി ഉക്തം. അപ്പോൾ ഇവിടെ അനാദ ദൃഷ്ടാന്തം അത് പറയുകയാണ്. അതുകൊണ്ടാണ് ഇതിന് അനാദ ശാന്തി. മുമ്പ് പറഞ്ഞു വിജ്ഞാനം ശാന്തം അദ്വയം. വിജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം അത് ശാന്തമാണ്. ഈ അനാദ സ്പന്ദനമാണ് പ്രപഞ്ചാനുഭവം. അനാദ ശാന്തിയാണ് പരമാർത്ഥം. സ്പന്ദരഹിതമായിട്ടിരിക്കുക, അനാദം അസ്പന്ദമായിട്ടിരിക്കുക, അതാണ് അനാദത്തിന്റെ ശാന്തി. ആ അനാദത്തിന്റെ ശാന്തിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവസാനം ഈ അനാദ ദൃഷ്ടാന്തത്തിലൂടെ ഇതിനെ വിശദീകരിക്കുന്നു. അനാദം തീക്കൊള്ളി, ഉൽക്ക എന്നും പറയും സംസ്കൃതത്തിൽ. അതിന്റെ സ്പന്ദനം, ചലനം
അതിനെ ചുഴറ്റുമ്പോൾ, തീക്കൊള്ളി ചുഴറ്റുമ്പോൾ ഏത് രീതിയിലാണ് അത് ചുഴറ്റുന്നത്? ദീർഘമായി അത് ചുഴറ്റുകയാണെങ്കിൽ ദീർഘത്തിൽ തീക്കൊള്ളിയല്ല അവിടെ കാണുന്നത് ഒരു നേർരേഖയായിരിക്കും. വട്ടത്തിലാണത് ചുഴറ്റുന്നതെങ്കിൽ അവിടെ കാണുന്നത് എന്തായിരിക്കും? ഒരു വൃത്തമായിരിക്കും, പ്രകാശവൃത്തം. അപ്പോൾ ഈ ദീർഘവൃത്താകൃതികൾ തീക്കൊള്ളി ചുഴറ്റുമ്പോൾ കാണുന്ന ആ ആകൃതി, അത് ആണോ ആ തീക്കൊള്ളി? അതല്ല. കാരണം അത് നിഷ്പന്ദമായിരിക്കുമ്പോൾ, സ്പന്ദരഹിതമായിരിക്കുമ്പോൾ നമ്മളതിനെ കാണുന്ന ഒരു ചെറിയ പ്രകാശകണമായിട്ടാണ്. പക്ഷെ ആ പ്രകാശകണം തന്നെ ദീർഘമായും വൃത്തത്തിലും നേർരേഖയായും വൃത്തരേഖയായും എല്ലാം അനുഭവപ്പെടുന്നു. ഒരു പ്രകാശം തന്നെ നാനാരൂപത്തെ പ്രാപിക്കുന്നു എന്ന് ചുരുക്കം. ചലനം കൊണ്ട്, അതിൽ സംഭവിക്കുന്ന ചലനം കൊണ്ട്. മറ്റുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്നും കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തത്തെ എടുത്തത്. വാസ്തവത്തിൽ ഈ ദൃഷ്ടാന്തം കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ബൗദ്ധ സാഹിത്യത്തിലാണ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദാഹരണമാണിത്, അനാഥസ്പന്ദനം. മറ്റുള്ളതിൽ നിന്നുള്ള വ്യത്യാസം, രജ്ജുസർപ്പം എന്ന് പറഞ്ഞാൽ അത് ക്ഷണികമായി അനുഭവപ്പെടുന്നു. നമുക്കതിനൊന്ന് അനുഭവിച്ച് നോക്കാൻ കഴിയത്തില്ല. അത് ക്ഷണം കൊണ്ട് ഉണ്ടാകുന്നു, മറഞ്ഞു പോകുന്നു. മറ്റൊരാൾക്ക് നമുക്ക് അത്തരം ഒരു അനുഭവത്തെ ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. അത് പറയുമ്പോൾ മറ്റൊരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മനസ്സിലാകും. മരുമരീചികയാണെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അനുഭവപ്പെടും. മരീചികയിൽ പ്രകാശമുള്ള സമയത്ത് പോയാലേ അത് അറിയാൻ പറ്റും. ഇതങ്ങനെയല്ല. ഒരു പരീക്ഷണശാലയിൽ പരീക്ഷണം നടത്തി കൊടുക്കുന്ന പോലെ ആർക്കും കാണിച്ചു കൊടുക്കും. അതാണ് ഈ ദൃഷ്ടാന്തത്തിന്റെ ഒരു പ്രത്യേകത. തീക്കൊള്ളി ചുഴറ്റി നോക്കൂ, അവിടെ ഒരു വൃത്തം അനുഭവപ്പെടുന്നുണ്ട്. പ്രതിക്ഷണം ചലിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന ആ തീക്കൊള്ളി ഒരു വൃത്തത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്നു. അത് കേവലം പ്രതീതി മാത്രമാണ്. പക്ഷെ അനുഭവപ്പെടുന്നത് എന്താണ്? അവിടെ ഒരു വൃത്തമുള്ളതായിട്ടാണ്. ആ ചലനം കൊണ്ട് അതുള്ളതായിട്ട് തോന്നുന്നു. അതിന്റെ മറ്റൊരു രൂപം തന്നെയാണ് നമ്മൾ കാണുന്ന സിനിമയും മറ്റും. ഇന്നാണെങ്കിൽ അത് പറഞ്ഞു, ചലനം കൊണ്ട് രൂപം ഉള്ളതായിട്ട് തോന്നുന്നു. അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് പറഞ്ഞു. അനാഥസ്പന്ദം ഇത് ആർക്കും വേണോ കാണിച്ചു കൊടുക്കും. ഇല്ലാത്ത രൂപങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വിജ്ഞാനം, ഇത് ക്ഷണിക വിജ്ഞാനവാദികൾ പറയുന്നത് വിജ്ഞാനം പ്രതിക്ഷണം ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അതിന്റെ തുടർച്ച കൊണ്ട് വിജ്ഞാനത്തിൽ ഏകമെന്നുള്ള പ്രതീതി ഉണ്ടാകുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അക്കാര്യത്തിന് വേണ്ടിയല്ല. ഇവിടെ പറയുന്നത് വിജ്ഞാനം തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. ചിത്ത്, ഒന്ന് ഗ്രഹിക്കുന്നവനായും ഒന്ന് ഗ്രാഹ്യമായും. ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാനം, ഗ്രഹണ വിഷയമായിരിക്കുന്ന വിജ്ഞാനം. ഇത് രണ്ടും ഈ രണ്ട് ഭാവത്തിൽ അനുഭവപ്പെടുക. വിജ്ഞാനത്തിനൊരു വിഷയമുണ്ടെന്ന് കരുതുക, ആ വിഷയത്തെക്കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടാകുന്നു എന്ന് കരുതുക, ആ വിഷയങ്ങൾ മാറി മാറി വരുന്നു എന്ന് അനുഭവപ്പെടുക, അതിനനുസരിച്ച് വിജ്ഞാനം മാറി മാറി
വരുന്നു എന്ന് അനുഭവപ്പെടുക, ഇതാണ് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലൊന്നും നമ്മൾ സ്ഥായിയായി അനുഭവിക്കുന്നില്ല. നിരന്തരം വിഷയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, നിരന്തരം വിജ്ഞാനവും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നിമിഷത്തിൽ അറിവില്ല, അടുത്ത നിമിഷത്തിൽ നമ്മൾ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രതിക്ഷണം നമ്മുടെ വിഷയം മാറുന്നു. എന്താണ് വിഷയം? ശബ്ദം. ആ പ്രതിക്ഷണം ശബ്ദം മാറുന്നതനുസരിച്ച് അർത്ഥബോധവും മാറി മാറി വരും, നമ്മുടെ അറിവും മാറി മാറി വരും. ശബ്ദത്തെക്കുറിച്ചുള്ള അറിവ്, ശബ്ദാർത്ഥത്തെക്കുറിച്ചുള്ള അറിവ്, ഇങ്ങനെ നിരന്തരം ഉള്ളിലെ വിജ്ഞാനവും മാറിക്കൊണ്ടുവരും. ഈ രണ്ടിലും ഏതെങ്കിലും ഒന്ന് സത്യം എന്നല്ല പറയുന്നു. ഇവിടെ ചിത്തം അല്ലെങ്കിൽ ചിത്ത് വിജ്ഞാനം, അതാണ് പരമാർത്ഥം എന്ന് പറയുമ്പോൾ ഈ രണ്ട് മാറ്റങ്ങളും ഉള്ളിൽ അറിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായ മാറ്റം, പരിണാമം, ബാഹ്യമായി വിഷയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിണാമം, ഈ രണ്ട് പരിണാമങ്ങളും എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സത്യം എന്നാ പറയുന്നു. ഇത്രേ പറയുന്നു. അല്ല നമ്മളുടെ മാറുന്ന അറിവ് സത്യം എന്നല്ല പറയുന്നു. ആ മാറുന്ന അറിവ് അല്ലെങ്കിൽ അറിവ് മാറുന്നു എന്നുള്ള നമ്മുടെ അനുഭവത്തിന് ആധാരമായിരിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഈ മാറ്റങ്ങളിൽ എന്താണോ അനുഭവമായിരിക്കുന്നത് അതിനെ നമ്മൾ അനുഭവം എന്ന് വിളിക്കും. അനുഭവ രൂപത്തിൽ എന്താണോ, അനുഭവ വടിവായി എന്താണോ നിൽക്കുന്നത് അതാണ് ചിത്ത്. ആ ചിത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വിഷയ വിജ്ഞാനം. അത് ഒരു സ്ക്രീനിൽ ചിത്രങ്ങൾ മാറി മാറി വരുന്നത് പോലെ അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു അഗ്നികണം അത് മാത്രമാണുള്ളത്. അതുപോലെ ഇവിടെ നിൽക്കുന്ന ഒരേ ഒരു അനുഭവം മാത്രം. ആ അനുഭവത്തിന് വിഭിന്ന ആകാരം വരും. അതാണ് ഈ ഒരു ജ്വാല അത് ചലിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള ആകാരങ്ങൾ വരുന്നു. ആകാരങ്ങളിൽ വരുന്ന മാറ്റം അത് പരമാർത്ഥമല്ല. അതിൽ നമുക്ക് ഒരു സ്ഥിരത അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതൊരു വൃത്തമാണെന്ന് അനുഭവപ്പെടുന്നുണ്ട്, ഒരു സ്ഥായിത്വം അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമ്മളവിടെ ഈ തീക്കൊള്ളി ചുഴറ്റുമ്പോൾ ആ തീജ്വാലയെ അല്ലെങ്കിൽ ആ ഒരു കണത്തെ, അഗ്നികണത്തെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതാണതെന്നറിയാൻ കഴിയുന്നില്ല. എന്നാൽ അതിന്റെ അനുഭവം ഉണ്ടതാണ്. അതിന്റെ അനുഭവം ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ അനുഭവപ്പെടുന്നു. അതുപോലെ വാസ്തവത്തിൽ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്? അനുഭവം. അനുഭവമാണ് ജ്ഞാനത്തിന്റെ സ്വരൂപം. ആ അനുഭവം ഗ്രാഹ്യമായും ഗ്രഹണമായും ഗ്രാഹകമായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന വസ്തുവിനെ അറിയുന്നു എന്നിങ്ങനെ ഉള്ളൊരു രൂപത്തെ അത് പ്രാപിക്കുന്നു. ഈ മൂന്നിനും മാറ്റമില്ലാതെ അനുസ്യൂതമായിരിക്കുന്ന അനുഭവം, അനുഭവത്തെയാണ് ഇവിടെ ജ്ഞപ്തി, വിജ്ഞാനം, ചിത്തം, ചിത്ത് എന്നെല്ലാം പറയുന്നു. അതിന് ഈ മൂന്ന് തരത്തിലുള്ള ഗ്രാഹ്യ, ഗ്രഹണ, ഗ്രാഹക രൂപത്തിലുള്ള ഈ മാറ്റം സംഭവിക്കാൻ പാടില്ലാത്തതാണ്.
പക്ഷെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഈ മൂന്നിനും ഒരുപോലെ ഇരിക്കുന്ന അനുഭവം എന്ന് അതിനെ പറയാൻ പറ്റും. ആ അനുഭവം അതാണ് പരമാർത്ഥം. അതിൽ മാറി മാറി വരുന്ന ഈ ആകാരങ്ങൾ അത് തീക്കൊള്ളി കൊണ്ട് നമുക്ക് വൃത്തം തോന്നുന്നത് പോലെയാണ്. തീക്കൊള്ളിയിൽ ആ വൃത്തം അനുഭവപ്പെടുന്നതിന് നമുക്കൊരു കാരണം പറയാം. എന്താണ് അതിന്റെ സ്പന്ദനം. ആ സ്പന്ദനം വേഗത്തിലുള്ള ചലനം, അതുകൊണ്ടത് സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ബോധം കേവലം അനുഭവരൂപത്തിലിരിക്കുന്നു. ആ അനുഭവരൂപത്തിലിരിക്കുന്നതിന് എങ്ങനെ വ്യത്യസ്തങ്ങളായ ഈ ഭാവങ്ങൾ വന്നു? ഒന്ന് ഗ്രാഹ്യമായി, വിഷയമായി, മറ്റൊന്ന് ഗ്രഹിക്കുന്നവനായി, ഗ്രഹണമായി. ഇതെല്ലാം എന്തുകൊണ്ട് വന്നു? എങ്ങനെ ഇത് സംഭവിക്കുന്നു? അതിന് നേരത്തെ പറഞ്ഞു എന്താണ് ഇവിടെ ആവിദ്യകം, അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന അവിദ്യ, അതാണ് അവിദ്യ, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ മറ്റൊരു കാരണം പറയാനില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഈ അനുഭവത്തിൽ ഈ ആകാരങ്ങൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തീക്കൊള്ളി നിശ്ചലമായാൽ പിന്നെ അവിടെ എന്താണ്? ഈ അനുഭവാകാരങ്ങളില്ല. അനുഭവാകാരം എന്ന് പറയുമ്പോൾ അറിയുന്നവനും അറിവും അറിയപ്പെടുന്ന വിഷയവുമായിട്ടുണ്ട്. അവിടെ അറിയുന്നവന് മാറ്റം വരുന്നില്ല. അറിവ് മാറിക്കൊണ്ടിരിക്കുന്നു, അറിവിന്റെ വിഷയങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റം ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ അവിദ്യ പ്രവർത്തിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മായ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറയാം ഈ അറിവിൽ തന്നെയുള്ള, ഇവിടെ പറയും എന്താണ്, നിർവചിക്കാൻ കഴിയാത്ത ഒരു ശക്തിവിശേഷം എന്ന് പറയുന്നു. മായ എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വേറെ ധാരണകൾ വരും. അതിവിടെ പറയും അനിർവചനീയമായൊരു ശക്തിവിശേഷം. പിന്നെ നിർവചിക്കാൻ വയ്യ. അതെങ്ങനെയാണ്? ഈ അറിവിന്റെ തന്നെ ഒരു പ്രഭയാണോ? അറിവിൽ നിന്ന് വേറിട്ട് അതിനൊരു നിലനിൽപ്പുണ്ടോ? സത്താണോ അസത്താണോ? ഈ തരത്തിലൊന്നും നിർവചിക്കാൻ വയ്യ. നിർവചിക്കാൻ കഴിയാത്ത ഒരു ശക്തിവിശേഷം ഈ അറിവിൽ നാനാ രൂപത്തെ ഉണ്ടാകുന്നു. ഈ ശക്തിവിശേഷം ഈ അഗ്നി തീക്കൊള്ളിയുടെ ചലനം പോലെയാണ്. അവിടെ ചലനമാണ് രൂപത്തെ ഉണ്ടാക്കുന്നതെങ്കിൽ, ഇല്ലാത്ത രൂപത്തെ സൃഷ്ടിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ശക്തിവിശേഷമാണ് ഈ രൂപത്തെ സൃഷ്ടിക്കുന്നത്. ഈ ശക്തി പ്രവർത്തിക്കാതിരുന്നാലോ ഈ ആകാരങ്ങളില്ല. ഈ അനിർവചനീയമായ ശക്തി നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ അറിവിൽ എന്താണ്? കേവലം അതിന്റെ അനുഭവരൂപം മാത്രം ശേഷിക്കും. അതിനുദാഹരണമാണ് സുഷുപ്തി. സുഷുപ്തിയിൽ ഞാൻ നശിച്ചു പോകുന്നില്ല, പക്ഷെ എനിക്കെന്നെ ഓർക്കാനും കഴിയുന്നില്ല. ഓർക്കുക എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അവിടെ അനുഭവത്തിനൊരു രൂപം വരുന്നു. ആ രൂപം മായ കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ശക്തി കൊണ്ട് സംഭവിക്കുന്നതാണ്. ആ ശക്തി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, അങ്ങനെ ആ ശക്തിനോട് അഭിന്നമായി തീരുന്നു, വേർതിരിഞ്ഞ് നിൽക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ആകാരങ്ങളുമില്ല. ഗ്രാഹകൻ, ഗ്രഹണം, ഗ്രാഹ്യം എന്നുള്ള ഭേദരൂപത്തിലുള്ള ഒന്നും അവിടെയില്ല. മറിച്ച് ആ അറിവ്, അനുഭവരൂപത്തിലുള്ള അറിവ് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് തന്നെ നഷ്ടപ്പെടാത്തത്. അതവിടെ നിൽക്കുന്നത് കൊണ്ടാണ്
ഉണർവിലേക്കും സ്വപ്നത്തിലേക്കും എല്ലാം പോകുമ്പോഴും ഈ അനുഭവങ്ങളില്ലാത്ത ഒരു അവസ്ഥയുണ്ടെന്ന് ബോധിക്കാൻ കഴിയുന്നു, അറിയാൻ കഴിയുന്നുണ്ടല്ലോ. അറിവിന് ആകാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു നിലയുണ്ട്. അതുകൊണ്ടാണ് അതിനെ പ്രജ്ഞാനഘനം എന്ന് പറയുന്നത്. പ്രജ്ഞാനം ഇല്ലെന്നല്ല അർത്ഥം, പ്രജ്ഞാനം ഉണ്ടവിടെ. അത് നാനാരൂപങ്ങളെ പ്രാപിക്കാതെ ഘനമായിരിക്കുന്നു, ഏകമായിരിക്കുന്നു. എങ്ങനെ ആ തീക്കൊള്ളി നിശ്ചലമാകുന്നു. തീക്കൊള്ളിയുടെ ചലനമായി ജാഗ്രത സ്വപ്നം, തീക്കൊള്ളിയുടെ നിശ്ചലതയായി സുഷുപ്തി. അത് നിശ്ചലമായിരുന്നാലും ശരി, ചലിച്ചുകൊണ്ടിരുന്നാലും ശരി, എന്താണ് അതിനൊരു സ്വഭാവമുണ്ട്. അതിന്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല. എന്താണ് അതിന്റെ സ്വഭാവം? അത് പ്രകാശരൂപത്തിലിരിക്കുന്നു. നിങ്ങളതിനെ ദീർഘമായോ വൃത്തമായോ ഏതെല്ലാം രൂപത്തിൽ കണ്ടാലും ശരി, വാസ്തവത്തിൽ അത് കേവലമായൊരു പ്രകാശരൂപത്തിലിരിക്കുന്നു. ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പ്രകാശം തന്നെ. ആ പ്രകാശത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സ്വരൂപത്തിന് യാതൊരു മാറ്റമില്ല. ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിന് മാറ്റമില്ല. പ്രകാശ സ്വരൂപത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല. നിശ്ചലമായിരിക്കുമ്പോഴോ അപ്പോഴൊരു മാറ്റം വരുന്നില്ല. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിശ്ചലമായിരിക്കുമ്പോഴും ഒരു മാറ്റമില്ലാതിരിക്കുന്ന ആ പ്രകാശം, കേവലമായ പ്രകാശം, അഗ്നികണം, അതിന് ഈ രണ്ടവസ്ഥയിലും എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഒരു തരത്തിൽ നമ്മൾ പറയുന്നതിനെ നിശ്ചലമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആപേക്ഷികമായ ചലനത്തെ അപേക്ഷിച്ച് പറയുകയാണ്. സുഷുപ്തി. ജാഗ്രത സ്വപ്നങ്ങളിൽ എന്ത് പറയുന്നു? അത് ചലിക്കുന്നു എന്ന് പറയുന്നു. ആ സുഷുപ്തിയെ ആശ്രയിച്ച് പറയുകയാണ്. പക്ഷെ ഈ രണ്ട് സ്ഥലത്തും എന്താണ്? അത് കേവലമായ പ്രകാശരൂപത്തിലിരിക്കുന്നു. അതിനാണ് അതിന്റെ തുരീയ ഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഈ തുര്യൻ എവിടെ നിൽക്കുന്നു? ഇതിനപ്പുറമല്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്. അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രകാശമായി തന്നെ ഇരിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ ബോധം നാനാരൂപങ്ങളെ പ്രാപിക്കുമ്പോഴും തുര്യൻ തുര്യനായി തന്നെ ഇരിക്കുന്നു. ഇനി നമ്മൾ കരുതുന്നു ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഇരുന്ന് കരുതുകയാണ്. സുഷുപ്തിയിലൊന്നും കരുതാൻ നിവൃത്തിയില്ല. അവൻ സുഷുപ്തിയിൽ അവൻ നിശ്ചലനായിരിക്കുന്നു. കേവല ബോധ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ, എവിടെയാ കരുതുന്നു? ജാഗ്രത. കരുതുമ്പോഴും അവൻ തുര്യനായി തന്നെ ഇരിക്കുന്നു. അപ്പൊ തുര്യൻ എവിടെയാണ് നിലനിൽക്കുന്നത്? തുര്യന്റെ നിലനിൽപ്പിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും. ഇത് വിട്ടിട്ട് വേറൊരു കാലത്ത് വേറൊരു സ്ഥലത്ത് തുര്യൻ അങ്ങനെ ഒന്നൊന്നില്ല. അങ്ങനെ നാലാമത്തേതെന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നുണ്ടെങ്കിലും പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് നാലാമത്തേതല്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. അത് ചലിക്കുമ്പോഴും അത് പ്രകാശമായി തന്നെ ഇരിക്കുന്നു, ചലിക്കാത്തപ്പോഴും അത് പ്രകാശമായി തന്നെ ഇരിക്കുന്നു. ചലിക്കുമ്പോഴും ചലിക്കാത്തപ്പോഴും ഇരിക്കുന്ന ആ പ്രകാശം, അതാണ് തുര്യനെന്ന് പറയുന്നത്. ഇവിടെ ഇല്ലാത്ത ഒരു തുര്യനെ വേറെ സ്ഥലത്ത് പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല. ആര് കണ്ടുപിടിക്കും? ആരാ ഇത് അന്വേഷിച്ച് പോകുന്നത്? ഇവിടെ ഇല്ലാത്തൊരു തുര്യനെ സമാധി പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു തലത്തിൽ അനുഭവത്തിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ളത് തന്നെ. അത് ഈ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അലാദ ദൃഷ്ടാന്തത്തെ
ഇവിടെ പറയുന്നു. ആ തുര്യനെ നമ്മുടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ബോധത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഈ രീതിയിലല്ല. എന്താണ് ഈ ബോധത്തിന്റെ അനുഭവസ്വരൂപം? അനുഭവസ്വരൂപത്തിന് ഒരിടത്തും മാറ്റമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു, കുറച്ചു കഴിഞ്ഞ് സുഖത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. ഇവിടെ മാറുന്ന എന്താണോ? സുഖവും ദുഃഖവും മാറുന്നു. അനുഭവത്തിന് മാറ്റമില്ല. അനുഭവം എന്ന് പറയുന്ന ഒന്ന് തന്നെ. പക്ഷെ സുഖവും ദുഃഖവും ഈ രണ്ടെണ്ണവും മാറുന്നു. അത് രണ്ടും വിഷയങ്ങളാണ്. ഇനി ഈ അനുഭവത്തെ ഗ്രഹിക്കുന്നവൻ വൃദ്ധനായി ഗ്രഹിക്കുന്നു, യുവാവായി ഗ്രഹിക്കുന്നു, സ്ത്രീയായി ഗ്രഹിക്കുന്നു, പുരുഷനായി ഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആത്മനിഷ്ഠമായ പല ഭാവങ്ങളും ഗ്രഹിക്കുന്നു. അവിടെയും ഗ്രഹിക്കുന്നവനായ ആ ബോധം അതനുഭവമാണ്. അതിന് മാറ്റമില്ല. ജാഗ്രതയിൽ ഗ്രഹിക്കുന്നു, സ്വപ്നത്തിൽ ഗ്രഹിക്കുന്നു. അവിടെയും ഗ്രഹിക്കുന്നവനായ അനുഭവത്തിന് മാറ്റമില്ല. സുഷുപ്തിയിൽ താൻ നശിക്കാത്തവനാണെന്ന് ഗ്രഹിക്കുന്നു ജാഗ്രത. അവിടെയും ആ അനുഭവരൂപത്തിൽ നിൽക്കുന്ന അതിന് മാറ്റമില്ല. അതുപോലെ സുഖജ്ഞാനം, ദുഃഖജ്ഞാനം എന്നിങ്ങനെ ഓരോ അനുഭവങ്ങളെയും വേർതിരിക്കുന്നു. അവിടെയും ആ അനുഭവ വടിവിന്, അനുഭവരൂപത്തിന് മാറ്റമില്ല. മാറ്റമില്ലാതിരിക്കുന്നത് ആ അനുഭവരൂപത്തിന് മാത്രം. അത് ഏകരൂപത്തിലിരിക്കുന്നു. അത് ഈ അഗ്നികണം പോലെയാണ്. അതിന് മാറ്റമില്ല. അതെങ്ങനെയൊക്കെ ചലിച്ചാലും. അവിടെ ഈ പറയുന്ന ശക്തിവിശേഷം കൊണ്ട് സംഭവിക്കുന്നത് വ്യത്യസ്തമായ ആകാരങ്ങളാണ്. അതിനാണ് സംസാരം അല്ലെങ്കിൽ സംസാരഭ്രാന്തി എന്ന് പറയുന്നത്. അത് ആന്തരികമായി നിരന്തരമായ വികാര വിചാര രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ബാഹ്യമായി സ്ഥൂലവും സൂക്ഷ്മവും കാരണവും വിഭിന്ന പരിണാമങ്ങളുമുള്ള, വിഭിന്ന പരിമാണങ്ങളുമുള്ള വസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സ്ഥലത്തും ആ അനുഭവത്തിന് മാറ്റമില്ല. അനുഭവം ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. യഥാഹി ലോകേ ഋജുവക്രാദി പ്രകാര ആഭാസം. ഋജുവായും വക്രമായും നേരെ ഒരു ഒറ്റ വരയായി കാണുന്നു, ഒരു വൃത്തമായി കാണുന്നു, നാനാരൂപത്തിലുള്ള ആഭാസം, പ്രതീതി, പ്രകാശത്തിന്റെ പ്രതീതി, തീക്കൊള്ളിയുടെ പ്രതീതി. അതെന്താണ്? അലാകസ്പന്ദിതം ഉൽക്കാചലനം. അത് തീക്കൊള്ളിയുടെ ചലനമാണ്. തഥാ ഗ്രഹണ ഗ്രാഹകാഭാസം, വിഷയാഭാസം. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചാനുഭവം. പ്രപഞ്ചാനുഭവം എന്ന് പറയുമ്പോൾ അതിനെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി രണ്ടാക്കി. ഒന്ന് ഗ്രഹണം, മറ്റൊന്ന് ഗ്രാഹകം. ഒന്ന് ഈ അനുഭവം മൂന്നായി തിരിക്കാം. ഇവിടെ രണ്ടായി പറഞ്ഞിരിക്കുന്നു. ഇവിടെ രണ്ടായി പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാനെന്ന് പറയുന്നതും അതും അറിവ് തന്നെ. വിഷയത്തെക്കുറിച്ചുള്ള അറിവും അറിവ് തന്നെ. അതുകൊണ്ട് അതിനെല്ലാറ്റിനെയും ചേർത്ത് ഗ്രഹണമെന്ന് പറഞ്ഞു. പിന്നെ ഗ്രഹിക്കുന്നത്. അങ്ങനെ ഗ്രഹണഗ്രാഹക രൂപത്തിൽ ആ പ്രതീതി, വിഷയാഭാസം അതിനെ പറയുന്നു. വിഷയും വിഷയവും. അനുഭവത്തെ രണ്ടായി തിരിച്ചു പറയുന്നു.
ഈ പ്രതീതിക്കപ്പുറം ഒരു വസ്തു യാഥാർത്ഥ്യം ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇതിങ്ങനെ പറയുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. കാരണം സാധാരണ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ആദ്യം നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു. എന്നിട്ട് അതിനെ സത്യമാണോ അസത്യമാണോ എന്ന് പരിശോധിക്കുന്നു. എന്നിട്ട് അവസാനം ഒരു നിഗമനത്തിലെത്തിച്ചേരുന്നത് എന്താണ്? ഇത് അസത്യമാണ്, പരമാർത്ഥമല്ല. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ ഒരു തരത്തിലും പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നേ ഇല്ല. പ്രപഞ്ചത്തെ അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം സൃഷ്ടി അംഗീകരിക്കും, സത്യമായൊരു സൃഷ്ടി അംഗീകരിക്കും. സത്യമായൊരു സൃഷ്ടി അംഗീകരിച്ച പിന്നെ അത് പരിശോധിക്കുക, ഇത് സത്യമാണോ അതോ അസത്യമാണോ. അതാണ് അജാതിയുടെ പ്രത്യേകത. അങ്ങനെ ഒന്നും പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ സംഭവിച്ചുവെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ സ്വപ്നത്തിൽ സംഭവിച്ചതും എല്ലാം സംഭവിച്ചതായി കരുതണം. ഇന്ദ്രജാലക്കാരന് ഇന്ദ്രജാലം അത് സംഭവിച്ചതായി കരുതണം. അലാത ചക്രം അതിന്റെ ഋജു വക്രാതിരേഖകൾ സത്യമാണെന്ന് കരുതണം, സംഭവിച്ചതാണെന്ന് കരുതണം. അവിടെ പുതുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു പ്രകാശകണമല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുപോലെ ഇവിടെ കേവലമായ ചിത്തല്ലാതെ രണ്ടാമതൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് സത്യമാണോ അസത്യമാണോ എന്ന് എന്തിനു പരിശോധിക്കുന്നു? അതാണ് ഇവിടെ ഉത്പത്തിയെ നിഷേധിക്കുന്നത്. അജാതി എന്ന് പറയുന്നതാണ്. ആദ്യം സംഭവിച്ചത് അംഗീകരിക്കുക, പിന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുക. അതും ഒരു പ്രധാന പ്രശ്നമാണ്. ചോദിക്കുമല്ലോ, ഈ ജഗത്ത് എങ്ങനെ സംഭവിച്ചു? അതിന് സമാനം പറയുന്നുണ്ട്. ജന്മാദ്യസ്യത ശാസ്ത്രയോനിത്വം, അതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അത് സംഭവിച്ചു എന്ന് അംഗീകരിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എങ്ങനെ സംഭവിച്ചു? ഇവിടെ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തുകൊണ്ട്? ഉത്പത്തിയാണ് ഇവിടെ നിഷേധിക്കുന്നത്. ഉത്പത്തിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിച്ചു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും? എങ്ങനെ ഉണ്ടായി എന്നിങ്ങനെ ചോദിക്കും. അതുകൊണ്ടിവിടെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമില്ല. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എങ്ങനെ സംഭവിച്ചു എന്നൊരു അന്വേഷണമേ ഇവിടെ ഇല്ല. അത് അജാത ചിന്തയിൽ അതില്ല. അല്ലാതെ മറ്റു പല ഭാഗത്തുമുണ്ട്. കോഹം, ഞാൻ ആരാണ്, തോ ജഗതിതം, ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി. അതിനൊക്കെ മുമ്പ് സമാധാനം പറഞ്ഞു. അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്, അതിന് സമാധാനങ്ങളുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള ചോദ്യവുമില്ല, സമാധാനമുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ ജാതിയെ നിഷേധിച്ചിരിക്കുന്നു, ജന്മത്തെ നിഷേധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ഇനി കാണുന്നത് എന്താണോ? ഇത് ഒരു സൃഷ്ടിയല്ല കാണുന്നത്. എന്തിനെങ്കിലും ഒന്നിനെ സൃഷ്ടിച്ചിട്ട് കാണുകയല്ല. സൃഷ്ടിച്ചിട്ട് കാണുകയാണെങ്കിൽ പറയേണ്ടി വരും എന്താണ്? അലാത ചക്രത്തിൽ അലാതം ഒരു വൃത്തത്തെ സൃഷ്ടിച്ചു, ഒരു ദീർഘത്തെ സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒന്നിനെ അലാദം സൃഷ്ടിച്ചു എന്നാർക്കും പറയാൻ വയ്യ. അവിടെ അലാദവും അതിന്റെ സ്പന്ദനവും അല്ലാതെ മൂന്നാമതൊരു വസ്തു ഇവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇവിടെ ബോധവും അതിന്റെ സ്പന്ദനവും അല്ലാതെ മൂന്നാമതൊന്നും ഉണ്ടായിട്ടില്ല. സ്പന്ദനം എന്ന് പറഞ്ഞാൽ അടുത്ത് പറയും വിജ്ഞാനത്തിന് സ്പന്ദിക്കാൻ കഴിയില്ല. ഇവിടെ സ്പന്ദനം എന്ന് പറയുന്നത് എന്താണ്? അനിർവചനീയമായ അതിന്റെ ആസക്തി. അതല്ല മൂന്നാമതൊന്നില്ല.
അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത്. ആ തീക്കൊള്ളിയും അതിന്റെ ചലനവുമല്ലാതെ മൂന്നാമതൊരു വസ്തു ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുന്നതിന്റെ ആവശ്യം എന്തോന്ന്? ഇല്ലെന്ന് ബോധ്യപ്പെട്ടാൽ എവിടെ അല്ല, അങ്ങനെ അത് നമ്മൾ ദൃഷ്ടാന്തം ഏതിനാണ് എടുക്കുന്നത്? അനാദവും അതിന്റെ സ്പന്ദനവും. അല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനില്ലേ, അയാൾക്ക് കൈയില്ലേ, അയാൾ ചിന്തിക്കുന്നില്ലേ, അയാൾക്ക് ആത്മാവില്ലേ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കും. ദൃഷ്ടാന്തത്തിൽ ഏത് ഭാഗമാണോ ആവശ്യമുള്ളത് അത് മാത്രം എടുക്കുക. ദൃഷ്ടാന്തത്തിൽ എന്താണ്? ഒരു വസ്തു അതിന്റെ ചലനം കൊണ്ട് മറ്റൊരു വസ്തുവിന്റെ പ്രതീതി ഉണ്ടാവും, മൂന്നാമതൊരു വസ്തുവിന്റെ പ്രതീതി. ഇവിടെ രണ്ട് വസ്തുക്കളേ ഉള്ളൂ. എന്താണ്? അനാദവും അതിന്റെ ചലനവും. അതുകൊണ്ട് മൂന്നാമതൊരു വസ്തുവിന്റെ പ്രതീതി. ആ പ്രതീതി സത്യമാണോ? അങ്ങനെ ഒരു വസ്തു അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നാണ്. അതാണ് അതുണ്ടാകുന്നു എന്ന് പറയാൻ പറ്റും. ഉണ്ടാകുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. അനാദം ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമല്ലേ? ഇവിടെ പഞ്ചഭൂതങ്ങളില്ലേ? അതല്ല ഇവിടെ ചിന്തിക്കുന്നത്. ഈ ഒരു ദൃഷ്ടാന്തത്തിലൂടെ ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലുള്ള എന്താണ് ആകാശകാല ദിക്കുകളെല്ലാം, ഇതിന്റെ എല്ലാം വാസ്തവസ്ഥിതി എന്താണെന്ന് പരിശോധിക്കുകയാണ്. ഇത് ഈ ചിത്തിനെ വിട്ട് ബാഹ്യമായി സ്വതന്ത്രമായി അസ്തിത്വമുള്ള ഒന്നാണോ, അതോ ഈ ചിത്തിനെ ആശ്രയിച്ചിരിക്കുന്ന കേവല പ്രതീതി മാത്രമാണോ? അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അല്ല, അത് പ്രതീതി മാത്രമല്ല. എന്തുകൊണ്ട്? പ്രതീതിയിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടാകത്തില്ല. അതാണ് സാധാരണ പറയുന്നത് ഭൗതികവാദം. വസ്തുവിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്. പ്രതീതിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണ്, പ്രതീതിയിലും ഉണ്ടാകാം. ഇവിടെ പ്രതീതിയിൽ കാണുന്ന ഋജുവക്രാദി ആകാരങ്ങൾ അത് ഏത് വസ്തുവിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പാണ്? അങ്ങനെ ഒന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ കേവലമായ ഒരു പ്രകാശകണം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതലായി നമ്മൾ അനുഭവിക്കുന്നു. അതിൽ കൂടുതലായി ഋജുവക്രാദി ആകാരങ്ങൾ അനുഭവിക്കുന്നു. ഈ പ്രതീതിക്ക്, ബോധത്തിന് എന്തിനേയും സൃഷ്ടിക്കാം. അത് അവ്യവസ്ഥിതമായി സൃഷ്ടിക്കും. അതിന് ബാഹ്യമായ നിമിത്തങ്ങൾ കൂടി വേണ്ട. ഇവിടെ അലാദ ദൃഷ്ടാന്തത്തിൽ അവിടെ ഒരു അലാദം വേണം. ആ അലാദത്തെ ആശ്രയിച്ചാണ് അവിടെ ഋജുവക്രാദി രൂപങ്ങളുണ്ടായത്. അലാദം എന്താണ്? അതൊരു പ്രകാശമാണ്. ഒരു പ്രകാശത്തിൽ നാനാകാരങ്ങൾ വന്നു. അത് കാണുന്ന ഒരുവനുണ്ട്, ബാഹ്യമായൊരു വസ്തുവുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ കാഴ്ചയിൽ, കാഴ്ച എന്ന് പറയുന്നത് എന്താണ്? ഈ ചിത്താണ്, ബോധമാണ്. ആ ബോധത്തിൽ ഒരു പ്രകാശം നാനാരൂപങ്ങളെ സൃഷ്ടിക്കുന്നു. അതുപോലെ ഈ ബോധത്തിൽ അചിന്ത്യമായ, അനിർവചനീയമായൊരു ശക്തി. ആ ശക്തിയെ പരിശോധിച്ച് ചെല്ലുമ്പോൾ അത് ആ ബോധത്തിൽ നിന്ന് വേറിട്ടൊരു ശക്തിയുമല്ല, ആ ബോധം തന്നെ. അത് നാമരൂപങ്ങളെ ഇതുപോലെ സൃഷ്ടിക്കുന്നു. അവിടെ ഈ നാമരൂപ സൃഷ്ടിയാണ്. എന്താണ്? അതിന് നമ്മൾ പേര് പറയുന്നു, അത് വൃത്തമാണ്. ഒരു പേര് പറയുകയാണ്. ഒരാകാരമുണ്ട്, വൃത്തമായൊരു ആകാരമുണ്ട്. ഇതാണ് നാമരൂപം എന്ന് പറയുന്നത്. പ്രപഞ്ചാനുഭവവും നാമരൂപങ്ങളാണ്. ഈ ബോധത്തിൽ സ്ഫുരിക്കുന്ന നാമരൂപങ്ങളാണ്. എങ്ങനെയാണോ ആ അഗ്നികണത്തിൽ നിന്ന് വേറിട്ട് അവിടത്തെ ദീർഘവൃത്തങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തത്, അതുപോലെ ഈ പ്രകാശത്തിൽ നിന്ന് വേറിട്ട് ഇവിടുത്തെ ഈ നാമരൂപങ്ങൾക്ക് നിലനിൽപ്പില്ല.
പ്രകാശത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ വേറിട്ടൊന്നില്ലെങ്കിൽ അജാതമാണ്. ഒന്നിവിടെ സംഭവിച്ചിട്ടില്ല. സൃഷ്ടി ബോധത്തിൽ നിന്ന് വേറിട്ട് സൃഷ്ടി സംഭവിച്ചിട്ടില്ല. ചിത്തത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടി സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് സൃഷ്ടിയെ ബാഹ്യമായി സത്തായി അംഗീകരിച്ചുകൊണ്ട് സൃഷ്ടിയുടെ കാരണങ്ങളെ അന്വേഷിക്കുന്നത് വ്യർത്ഥമാണ്. ഇനി ആ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ അത് ബോധത്തിനപ്പുറം പോകത്തില്ല. അപ്പോൾ ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തുന്നതും ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തിയാൽ അവസാനം നമ്മൾ എന്താ പറയുന്നത്? എല്ലാ പരീക്ഷണങ്ങളുടെയും അവസാനം പറയും അതിന്റെ നിഗമനം എന്ന് പറയും. ഇതെവിടെയാ സംഭവിക്കുന്നത്? ബാഹ്യമായ ഏതെങ്കിലും വസ്തു സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കുന്നത് ബോധത്തിൽ തന്നെ. ബാഹ്യമായ വസ്തുക്കളെ ആശ്രയിച്ച് പലതും സംഭവിക്കാം. ആലാദത്തിൽ ചലനം സംഭവിക്കുന്നത് പോലെ ക്രിയ ചലനം സംഭവിക്കാം. വസ്തുക്കളിൽ പരിണാമം സംഭവിക്കാം. എന്നുവെച്ചാൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ബോധത്തിൽ അനുഭവപ്പെടാം. അന്തിമമായ നിഗമനം അത് ബോധത്തിലാണ്. വേറെ എവിടെയാ? കണ്ടെത്തലുകളെല്ലാം എവിടെയാ? ബോധത്തിലാണ്. അപ്പോൾ ഏത് പരീക്ഷണം ബാഹ്യമായി നടത്തിയാലോ അവസാനം എവിടെ ചെന്നിരിക്കും? ആ നടത്തുന്നവന്റെ ബോധത്തിലെത്തിച്ചേരും ഒടുവിൽ. അത് ഭൗതികമായാലും ശരി. മറിച്ച് ആധ്യാത്മികം എന്ന് വെച്ചാൽ ചിന്താപരമായിട്ടായാലും ശരി, ബോധത്തിലെ അവസാനിക്കാൻ പറ്റും. ബോധത്തിന് പുറത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും ശാസ്ത്രജ്ഞന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും? ആർക്കും സാധ്യമല്ല. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് സ്വന്തം ബോധത്തിലാണ്. ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിക്കുന്നു എന്നേ ഉള്ളൂ. അത് ഇവിടെ പറയുമ്പോൾ എന്ത് പറയും? അത് ബാഹ്യമെന്ന് കരുതുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ ബാഹ്യമല്ല. അപ്പോൾ തന്റെ ബോധത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നാമരൂപങ്ങളെ ആശ്രയിച്ചിട്ട് ബോധത്തിൽ തന്നെ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ്. അതുമെല്ലാം ബോധത്തിന്റെ ഭാഗമാണ്. അതാണ് ഈ ആധുനിക പരീക്ഷണം എന്ന് പറയുന്നത്. അത് വളരെ മുമ്പ് തന്നെ ഇതൊരു പരീക്ഷണമല്ല. അല്ലാതെ ചക്രത്തെ വീശി നോക്കുക, അതിൽ രൂപങ്ങളെ കാണുക, അതിൽ നിന്നൊരു നിഗമനത്തിലെത്തിച്ചേരുക, ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നു. അവസാനം സ്വന്തം ബോധത്തിൽ സംഭവിക്കുന്നു. അല്ലെ? നിങ്ങൾ പല വസ്തുക്കളെ ബാഹ്യമായി വെച്ച് പഠനങ്ങൾ നടത്തുന്നു. ഇനി പല വസ്തുക്കളെ എന്ന് പറയുമ്പോൾ അന്യന്റെ ബോധത്തെ ബാഹ്യമായി കണ്ടുകൊണ്ട് പരീക്ഷണം നടത്തുന്നു. പക്ഷേ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആ നടത്തുന്നവന്റെ ബോധത്തിലൂടെയാണ്. അതുവഴിയാണ് ഇതെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായി ബോധത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ? വിഷയാഭാസ രൂപത്തിൽ വിഷയിയായിട്ട് തന്റെ ബോധം നീക്കുന്നു, വിഷയമായിട്ട് ബാഹ്യമായ സർവ്വപദാർത്ഥങ്ങൾ നീക്കുന്നു. ഈ പ്രതീതിയിലാണ് എല്ലാ അന്വേഷണങ്ങളും എല്ലാ കണ്ടെത്തലുകളും നടക്കുന്നത്. അവിടെ പരവുമായി അംഗീകരിക്കേണ്ട എന്തിനെ? ഈ ബോധത്തെയാണ്. അല്ലാതെ ആ ബോധത്തിൽ നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകളെ അല്ല, അതിനുവേണ്ടി നമ്മൾ ആശ്രയിച്ച ബാഹ്യ വിഷയങ്ങളെയുമല്ല. ഇതാണ് പരമാർത്ഥം. കിം, ഇതെന്താണിതെല്ലാം പറയും. എല്ലാം നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങളും എല്ലാ അനുഭവങ്ങളും തദ്വിജ്ഞാന സ്പന്ദിതം,
ഇവിടെ അലാദമാണ് ചലിച്ചതെങ്കിൽ ഇവിടെ വിജ്ഞാനം ചലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ ചലനം പോലെ തോന്നുന്നു. അതെന്താണ്? നിശ്ചലമായ വിജ്ഞാനം എന്ന് പറയുന്നത്. അതിന്റെ ചലനം അത് വിജ്ഞാനത്തിന്റെ മഹിമ എന്ന് പറയും, വിജ്ഞാനത്തിന്റെ മഹത്വം എന്ന് പറയും. അതാണ് വിജ്ഞാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അത് നിർവചിക്കാൻ അസാധ്യമാണ്. അത് നിർവചിക്കാൻ അസാധ്യമായതുകൊണ്ടാണ് നമുക്കതിനെ സംബന്ധിച്ച് യുക്തിയുക്തമായി ഒന്ന് ചോദിക്കാൻ കഴിയാത്തത്, നമ്മുടെ ചോദ്യത്തിനനുസരിച്ചൊരു സമാധാനം കണ്ടെത്താൻ കഴിയാത്തത്. അത് വിജ്ഞാനത്തിന്റെ ഒരു മഹത്വം എന്ന് പറയും. ശ്രീ മഹിമിനി പ്രതിഷ്ഠിത, വിജ്ഞാനം അതിന്റെ മഹിമയിൽ പ്രതിഷ്ഠിതമാണ് എന്ന് ശ്രുതിയിലും മറ്റും പറയും, പല ഭാഗത്തും പറയുന്നു. അതുകൊണ്ട് അവിടെ എന്തുകൊണ്ടതിന് യുക്തിയുക്തമായൊരു സമാധാനം കണ്ടുപിടിച്ചുകൂടാ എന്നൊന്നും ചോദിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം നേരത്തെ പറഞ്ഞ വിഷയാഭാസമാണ്, യുക്തിയും മറ്റും. യുക്തി, നമ്മുടെ നിരീക്ഷണങ്ങൾ, നമ്മുടെ കണ്ടെത്തലുകൾ, ഇതെല്ലാം വിഷയാഭാസമാണ്, വിജ്ഞാനസ്പന്ദനമാണ്. വിജ്ഞാനസ്പന്ദനത്തിന്റെ നിലയിലാണത്. അതിന് വിജ്ഞാന സ്വരൂപത്തെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളിലൂടെയും നമുക്കിതിനെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും നേരത്തെ വെളിപ്പെട്ടനെ. ഇതെന്താണ്? സ്പന്ദിതമിവ, ബാഹ്യമായ ചലനം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ചലനം രണ്ടും നമുക്ക് വേർതിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ദ്രവ്യം ഇപ്പോൾ ചലിക്കുന്നില്ല, അത് നിശ്ചലമാണ്, ഇപ്പോൾ അലാദം ചലിക്കുന്നു എന്ന് നമ്മൾ വേർതിരിക്കുന്നു. അതിനോട് താരതമ്യപ്പെടുത്തി ഈ വിജ്ഞാനത്തെ പറയുകയാണ്. അതുകൊണ്ട് ഇത് സ്പന്ദനമല്ല, അതുപോലൊരു സ്പന്ദനമല്ല ഇവിടെ സംഭവിക്കുന്നത്. സ്പന്ദിതമിവ, അവിടെ എങ്ങനെയാണോ സ്പന്ദനം സംഭവിക്കുന്നത് അതുപോലെ ഒന്ന് ഇവിടെ സംഭവിക്കുന്നു. എങ്ങനെ അറിയാം? അത് നമ്മുടെ അനുഭവമാണ്. നമ്മുടെ അനുഭവമാണ് ഈ പ്രപഞ്ചം, നമ്മുടെ അനുഭവമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, നമ്മുടെ അനുഭവമാണ് നമ്മെക്കുറിച്ചുള്ള അറിവ്. ഇതാ അലാദത്തിന്റെ ഒരു സ്പന്ദനം പോലെയാണ്. സ്പന്ദിതം അവിദ്യയ. ഇതിനൊരു സമാധാനം കണ്ടുപിടിക്കാൻ സാധ്യമല്ല, യുക്തിയുക്തമായ സമാധാനമില്ല. ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? അത് അതിന്റെ മഹിമ. അതുകൊണ്ട് അതിനെ പറയുന്നത് എന്താണ്? അവിദ്യ, മായ എന്ന് പറയുന്നു. അറിയേണ്ട ആവശ്യമില്ല, കാരണം അത് അവസ്തുവാണ്, അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്ത ഒന്നിനെ എങ്ങനെ ബോധിക്കാൻ പറ്റും? ബോധിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥമുണ്ട്. എന്താണ്? ഒരിക്കലും അറിയാൻ കഴിയാത്തത്. എന്തുകൊണ്ടാണ് ഒരിക്കലും അറിയാൻ കഴിയാത്തത്? അതില്ലാത്തതുകൊണ്ട് തന്നെ. ഇല്ലാത്തതിനെങ്ങനെ അറിയും? നമ്മുടെ ഇന്നത്തെ ഈ അനുഭവത്തിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്? അതൊരില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ അതിന് അവിദ്യ എന്ന് പേര് കൊടുത്തത്. അതിനൊരിക്കലും അറിയാൻ കഴിയത്തില്ല. അതിനെ അറിയാൻ ശ്രമിച്ചാലോ അറിവിൽ നശിക്കുന്നതിനെ എങ്ങനെ അറിയാൻ ശ്രമിക്കുന്നത്? അറിവിൽ നിലനിൽക്കാത്ത ഒന്നാണ്, അതുകൊണ്ടാണ് അതിനെ അറിയാൻ കഴിയാത്തത്. നിങ്ങൾ അവിദ്യ അറിയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മായ അറിയാൻ ശ്രമിക്കുന്നു. അത് സാധ്യമല്ല. എന്തുകൊണ്ട്? അറിവിന്റെ മുമ്പിൽ അത് നിൽക്കത്തില്ല. അറിവിൽ അത് അപ്രത്യക്ഷമാകുന്ന ഒന്നിനെ എങ്ങനെ അറിവുകൊണ്ടറിയാൻ പറ്റും?
അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്. അത് അസാധ്യമാണ്. അറിവിലത് പ്രകാശിക്കത്തില്ല. പിന്നെ അറിവിലെന്താ പ്രകാശിക്കുന്നത്? അറിവ് സ്വയം പ്രകാശിക്കുന്നതാണ്. അതിന് മറ്റൊന്നിനും പ്രകാശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു അത് ഏകമാണ്, അദ്വയമാണ്. നഹി അചലസ്യ വിജ്ഞാനസ്യ സ്പന്ദനമസ്തി. അചലമായിരിക്കുന്ന വിജ്ഞാനം അലാദം പോലെ സ്പന്ദിക്കുന്നു എന്നല്ല, ഒരു ദൃഷ്ടാന്തത്തിൽ മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. അതിനെന്നും വസ്തുസ്ഥിതി കഥനമായി എടുക്കരുത്. വസ്തു അങ്ങനെയാണ് എന്ന് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ഭൗതികമായി എങ്ങനെയാണ്? ഭൗതികമായി നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? വസ്തുക്കൾ ഇങ്ങനെയാണ്. ഓരോന്നിനും അങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇത് ഇത്ര മൂലകങ്ങളുണ്ട്, അതിന്റെ പേരിന്നതാണ്, അതിന്റെ ആകാരങ്ങൾ ഇങ്ങനെയാണ്. ഭൗതികമായി വിഭജിച്ച് പഠിപ്പിക്കുന്നു. അവിടെ വസ്തുവിന്റെ അസ്തിത്വത്തെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ അതല്ല. ഇവിടെ വസ്തുവിലല്ല അസ്തിത്വം എന്ന് പഠിപ്പിക്കുന്നു. അസ്തിത്വം വിജ്ഞാനത്തിലാണ്. ആ വിജ്ഞാനത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. അന്യമായി എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വിജ്ഞാനം തന്നെ. മായ ഉൾപ്പെടെയുള്ളത് വിജ്ഞാനം തന്നെ. രണ്ടാമതൊന്നില്ലെങ്കിൽ അവിടെ എങ്ങനെ സ്പന്ദനം ഉണ്ടാകും? അവിടെ സ്പന്ദനവും ഇല്ല. അതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തിന് എന്താ ദൃഷ്ടാന്തം? അതാണ് സുഷുപ്തി. അവിടെ കേവല വിജ്ഞാനം മാത്രം. അവിടെ വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊന്നിനെ അറിയാൻ കഴിയുന്നില്ല. അവിടെ വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ദ്വൈത ബോധമില്ല. അതാണ് പരമാർത്ഥം. അചലമിതി യുക്തം. അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞു. എന്താണ് അത്? അജമാണ്, അചലമാണ്. ഇതിനപ്പുറം ഇതിനെക്കുറിച്ച് ബോധിപ്പിക്കാൻ ഭാഷയില്ല. ഭാഷ അതിന് സാധ്യമല്ല. ശാസ്ത്രമില്ല, ഗുരുവുമില്ല. ആ പരമാവധി ഇത്രേ ബോധിപ്പിക്കാൻ പറ്റും. ഇനി അതിനെ തന്നെ വിശദീകരിക്കുന്നു അവിടെ. ഋജു വക്രാദികാഭാസം അനാദസ്പന്ദിതം യഥാ ഗ്രഹണഗ്രാഹകാഭാസം വിജ്ഞാനസ്പന്ദിതം തഥാ അസ്പന്ദമാനം ആലാതം അനാഭാസമജം യഥാ അസ്പന്ദമാനം വിജ്ഞാനം അനാഭാസം അജം തഥാ അസ്പന്ദമാനം സ്പന്ദനവർജിതം തദൈവ അലാദം ഋജ്വാദ്യാകാരേണ അജായമാനം അനാഭാസം അജം യഥാ. അസ്പന്ദമാനം സ്പന്ദനവർജിതം തദൈവ അലാദം. ആ തീക്കൊള്ളി സ്പന്ദരഹിതമായിരിക്കുമ്പോൾ ഈ വിജ്ഞാനം പരമാർത്ഥത്തിൽ സ്പന്ദരഹിതമാണ്. അതാണ് ബോധിപ്പിക്കുന്നത്. വിജ്ഞാനം സ്പന്ദരഹിതമാണെങ്കിൽ ഈ സ്പന്ദത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള സൃഷ്ടി അതിനെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? സൃഷ്ടി എന്ന് പറയുമ്പോൾ വാസ്തവത്തിലുള്ള സൃഷ്ടി, അത് അംഗീകരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ സൃഷ്ടി പ്രതീതിയില്ലെന്ന് തന്നെ പറയുന്നു. സൃഷ്ടിയുടെ പ്രതീതിയുണ്ട്, അത് കേവലം
പ്രതീതി മാത്രം, കേവലം ഭാന മാത്രം. അത് മുമ്പ് പറഞ്ഞു, അതിൽ ആശയക്കുഴപ്പങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. വ്യാവഹാരികമായ ദൃഷ്ടിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഇതേ പരമാർത്ഥത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഇങ്ങനെയല്ല പറയുന്നതെന്ന് പറഞ്ഞു. ആ ദൃഷ്ടിഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇല്ലെങ്കിൽ യുക്തിഭംഗം അനുഭവപ്പെടും. ഇത് പാരമാർത്ഥികമായ ദൃഷ്ടി പറയുകയാണ്. ഈ വിജ്ഞാനം സ്പന്ദരഹിതമാണ്, വിജ്ഞാനം അസ്പന്ദമാണ് എന്ന് പറയുന്നു. ഈ സ്പന്ദം അദ്വൈതത്തിൽ മാത്രമല്ല, ശൈവ സിദ്ധാന്തത്തിലും വളരെ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അവിടെ ഇതുപോലെ തന്നെ പറയുന്നു, തത്വത്തിന്റെ സ്പന്ദം അത് പ്രപഞ്ചം. ആ സ്പന്ദം അസ്പന്ദമാകുമ്പോൾ ആ തത്വമേകമാണ്. ആ തത്വം തന്നെ സ്പന്ദിച്ച് പ്രപഞ്ചഭാനം ഉണ്ടാകുന്നതുകൊണ്ട് അതും ഏകമാണ്. ഇവിടെ അദ്വൈതത്തിൽ പറയും കേവലമായ തത്വം മാത്രം ഏകം. മറ്റൊരു പറയുന്നത് എന്താണ്? ഈ സ്പന്ദം ആ തത്വമല്ല, വേറെന്താണ്? അതുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് ഏകമാണ്. ചെറിയൊരു വ്യത്യാസം മാത്രം. ഇവിടെ പറയുന്നത് എന്താണ്? അത് സ്പന്ദനവർജിതമായിരിക്കുന്നു. പരമാർത്ഥത്തിൽ സദാ സ്പന്ദനവർജിതമായിരിക്കുന്നു. എന്നാലും സ്പന്ദം അനുഭവപ്പെടുന്നു. തദേവ ആദാതം ഋജ്വാദ്യാകാരേണ അജായമാനം. അത്തരം രൂപങ്ങളെയൊന്നും അത് സൃഷ്ടിക്കാതിരിക്കുന്നു, ചലിക്കാത്തതുകൊണ്ട്. ഋജുവക്ര രൂപങ്ങളൊന്നും അതിനകത്തില്ല. അനാഭാസം, അനാഭാസമാണ് എന്നിവിടെ പറയുമ്പോൾ അനാദത്തെ സംബന്ധിച്ച് ശരിയാണ്. അത് ചലിക്കുമ്പോൾ അവിടെ രൂപം കാണുന്നു, ചലിക്കാത്തപ്പോൾ രൂപം കാണുന്നില്ല. അത് ഈ വിജ്ഞാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഇത് വിജ്ഞാനത്തിന്റെ സ്പന്ദനമാണ് പ്രപഞ്ചാനുഭവം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സ്പന്ദിക്കാതിരിക്കുന്നത് ഒരാൾക്ക് സങ്കല്പിക്കാം. സ്പന്ദിക്കാതിരിക്കുന്നു എന്നും ഭാവന ചെയ്യും. അപ്പോൾ കേവലമായ ആ ബോധം സ്പന്ദരഹിതമാണെന്ന് മനസ്സിലാക്കും. നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുമോ? അതിനാണ് ദൃഷ്ടാന്തം സുഷുപ്തിയെ പറയുന്നത്. അപ്പോൾ എന്ത് പറയുന്നു? അജം, അത് അവിടെ സൃഷ്ടി സംഭവിക്കുന്നില്ല. ബോധം നഷ്ടപ്പെടുന്നുമില്ല, ബോധം നിലനിൽക്കുന്നു. ബോധം നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ അസ്തിത്വത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അസ്തിത്വത്തിന് മാറ്റം സംഭവിക്കാത്തതുകൊണ്ടാണ് ഉറങ്ങിയവൻ തന്നെ ഉണരുന്നത്. ആ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ ഉറങ്ങിയാണ് ഉണരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ബോധത്തിന്റെ അസ്തിത്വം അത് നശിക്കാതെ നിലനിൽക്കുന്നു. ഒരു ശരീരത്തെ ആശ്രയിച്ച് തന്നെ നിലനിൽക്കുന്നു. ആ ശരീരത്തോട് ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കുന്നു. യഥാ തഥാ അവിദ്യാസ്പന്ദമാനം. അതുപോലെ എങ്ങനെയാണോ ബാഹ്യമായ അലാദത്തിൽ സംഭവിക്കുന്നത്, അതുപോലെ അവിദ്യ അല്ലെങ്കിൽ മായ, ഏത് പേര് വേണമെങ്കിലും പറയും, ശക്തി, പല രീതിയിൽ പറയും. അവിദ്യ അല്ലെങ്കിൽ മായ അല്ലെങ്കിൽ ശക്തി കൊണ്ട് സ്പന്ദിക്കുന്ന അവിദ്യോപരമേ അസ്പന്ദമാനം. എല്ലാ തത്വചിന്തയുടെയും ആധാരം ഇത് തന്നെ. അദ്വൈതമായാലും ശരി, ദ്വൈതമായാലും ശരി, ദ്വൈതത്തിൽ തന്നെയുള്ള
ശൈവമോ ശാക്തേയമോ എന്തു തന്നെയായാൽ ഇത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. എന്താണ് പറയുന്നത്? ഒന്ന് അടിസ്ഥാനമായ തത്വം, മറ്റൊന്ന് ആ തത്വത്തിൽ സംഭവിക്കുന്ന ഒരു സ്പന്ദനം, അതുകൊണ്ട് സൃഷ്ടി. ഇതാണ്. അതിവിടെ ഒന്നേ പറയുന്നുള്ളൂ. എന്താണ്? ആ സ്പന്ദനം കൊണ്ട് അനുഭവിക്കുന്ന സൃഷ്ടി അത് പരമാർത്ഥമല്ല. ഇത്രേ പറയുന്നു. സ്പന്ദിക്കാതിരിക്കുമ്പോൾ സൃഷ്ടിയില്ല, സ്പന്ദിക്കുമ്പോൾ സൃഷ്ടിയുണ്ടെങ്കിൽ ആ സൃഷ്ടി എങ്ങനെ പരമാർത്ഥം എന്ന് പറയാൻ പറ്റും? അതെങ്ങനെ ത്രികാല അബാധിതമാകും? അത്രയേ ഉള്ളൂ മിഥ്യയെന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന അർത്ഥമല്ല. പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വിശേഷിച്ചും അദ്വൈതത്തിൽ ഒരു ശബ്ദവും ശരിയായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. ഓരോ ശബ്ദം കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അർത്ഥപ്രതീതി ഉണ്ടാകുന്നു. ആ അർത്ഥപ്രതീതി സത്യമല്ല. എന്തുകൊണ്ട്? ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന അർത്ഥബോധം എന്ന് പറയുന്നത് വാച്യാർത്ഥബോധമാണ്. ഇവിടെ ബോധിപ്പിക്കുന്നത് ഈ തത്വം ഒരു ശബ്ദത്തിന്റെയും വാച്യമല്ല. ഇനി അത് വ്യക്തമായി പറയും. ലക്ഷ്യമാണ്. വിദിതാത് അവിദിതാദപി എന്ന് പറയുമല്ലോ. അത് വിദിതമല്ല, അവിദിതവുമല്ല. അങ്ങനെ ഒന്നിനാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ഈ ശക്തിവിശേഷം കൊണ്ട് സ്പന്ദിക്കുന്നത് പോലെ അനുഭവപ്പെടും. അവിദ്യയാ സ്പന്ദമാനം അവിദ്യുപരമേ അസ്പന്ദമാനം. അവിദ്യയുടെ ശാന്തി, അതാണ് ഈ ബോധത്തിന്റെ ശാന്തി എന്ന് പറയുന്നത്. അവിദ്യ സ്വയം തന്നെ ചലനരൂപമാണ്. അത് നിശ്ചലമാകുന്നു. പലതവണ ഇവിടെ പറഞ്ഞു. ശാന്തം അദ്വയം, അസ്പന്ദമാനം, ജാത്യാദ്യാകാരേണ അനാഭാസം. ജന്മസ്ഥിതി നാശരൂപത്തിൽ അത് പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ ഈ അനുഭവത്തിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ജന്മസ്ഥിതി നാശരൂപത്തിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്താണ്? അജം അചലം ഭവിഷ്യതി. അത് അജമായിരിക്കുന്നു, അചലമായിരിക്കുന്നു, അങ്ങനെ ആയിത്തീരുന്നു. അല്ലെങ്കിൽ അത് നിരന്തരം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാം. പരമാർത്ഥത്തിൽ എന്താണ്? തദ്ദേജതി തന്നേജതി, അത് ചലിക്കുന്നു എന്ന ചലിക്കുന്നില്ല, അതാ പറയുന്നു. അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചലനരഹിതമായിരിക്കുന്നു. എന്നുവെച്ചാൽ ചലനം കേവലമായൊരു ഭാനമാണ്, ഒരു പ്രതീതിയാണ്. ആ ചലനപ്രതീതിയിലും അനുഭവരൂപത്തിൽ നിലനിൽക്കുന്നത് എന്താണ്? അത് ചലിക്കാത്തതാണ്. ആ അനുഭവം ചലിക്കുന്നില്ല. ബോധത്തിന് ചലനം സാധ്യമല്ല. എന്നാൽ ബോധത്തിൽ ചലനപ്രതീതി ഉണ്ടാകുന്നു. ആ ചലനപ്രതീതിക്ക് ആധാരമായിരിക്കും ആ ചലനത്തെ സാക്ഷാത്കരിക്കുന്ന ചലനത്തിന്റെ അസാക്ഷാത്കാരം. അതിനാണ് ഇവിടെ സത്യം എന്ന് പറയുന്നത്. ചലനത്തിന്റെ സാക്ഷാത്കാരം, അത് ചലനം എങ്ങനെയാകും? അതാകത്തില്ലല്ലോ. അതിനാണ് സാക്ഷാത്കാരം, അപരോക്ഷാനുഭൂതി എന്നെല്ലാം പറയുന്നത്. അതിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാ ഉൾക്കയുടെ നിശ്ചലത പോലെയാണ്. ആ നിശ്ചലതയിൽ പിന്നെ ഋജുവക്രാദി ആകാരങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഒരാൾ അതിന്റെ തത്വം മനസ്സിലാക്കിയെന്നിരിക്കട്ടെ, മനസ്സിലാക്കും. എന്താണ്? അതിലിത്തരം ആകാരങ്ങളെല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ കേവലമായ ഒരു അഗ്നിഗണം മാത്രമേ ഉള്ളൂ. ആപേക്ഷികമായ ഒരു സത്യമേ അവിടെ ഉള്ളൂ.
ആ ചലനത്തെ അപേക്ഷിച്ചുള്ള ഒരു സത്യം. അതുപോലെ ഈ ബോധത്തിൽ ഇവിടെ പറഞ്ഞ ജാത്യാദ്യാകാരം ജന്മസ്ഥിതി ഭംഗരൂപത്തിൽ ഈ പ്രപഞ്ചം നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് ഇതിന്റെ എല്ലാം ഈ അനുഭവ രൂപത്തിൽ എന്താണ് നിൽക്കുന്നത്? ഏതൊരു പ്രതലത്തിലാണ് ഈ പ്രകാശങ്ങളെല്ലാം അനുഭവപ്പെടുന്നത്? അത് സത്യം എന്നാ പറയുന്നത്. ദർപ്പണത്തിലെ ദൃശ്യം പോലെ. ദർപ്പണത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ അത് ചിലത് ചലിക്കും, ചിലത് ചലിക്കാതിരിക്കും, നാനാരൂപത്തെ പ്രാപിക്കുന്നു. അത് ദർപ്പണം ഒരു ജഡമായ വസ്തുവാണ്. ദർപ്പണത്തെ ബോധമായിട്ടെടുക്കും. ഇവിടെ അങ്ങനെയല്ല. ദർപ്പണവും ദർപ്പണത്തിലെ ദൃശ്യത്തെയും കാണാൻ മൂന്നാമതൊരുവനുണ്ട്. ആ ദർപ്പണത്തെ താനായി തന്നെ കണ്ടാൽ, താനെന്ന് പറയുമ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ബോധം ആയി കണ്ടുകഴിഞ്ഞാൽ ആ ബോധത്തിലെ ദൃശ്യാനുഭവം, ദൃശ്യങ്ങൾ എങ്ങനെയെല്ലാം മാറി മാറി വന്നാലും ആ ബോധത്തിൽ അനുഭവ രൂപത്തിൽ നിൽക്കുന്നു. അതാണ് പരമാർത്ഥം. അതിനെയാണ് ജാഗ്രതായി നിൽക്കുന്ന, അതാണ് ആ അനുഭവം. സ്വപ്നമായി നിൽക്കുന്നതും ആ അനുഭവം തന്നെ. സുഷുപ്തി എന്നറിയുന്നത് അവിടെയും ആ അനുഭവമാണ് നിൽക്കുന്നത്. മൂന്നിടത്തും അനുസ്യൂതമായിരിക്കുന്ന എന്താണ്? അനുഭവമാണ്. അനുഭവ ആകാരങ്ങൾ മാറിപ്പോകുന്നു. ദർപ്പണം ഏകരൂപത്തിലിരിക്കുന്നു, ദൃശ്യങ്ങൾ മാറുന്നു. അതിനാണ് ഇവിടെ പറയുന്നത് അനാഭാസം എന്ന് പറയുന്നത്. ആഭാസം എന്ന് പറയുന്നത് മാറിപ്പോകുന്നു. ഇവയല്ല. അജം, ദൃശ്യങ്ങളിലാണ് ജനനം സംഭവിക്കുന്നത്. ഇവിടെ ബോധത്തിൽ ജനനം സംഭവിക്കുന്നില്ല. അചലം, ദൃശ്യങ്ങളിലാണ് ചലനം സംഭവിക്കുന്നത്. ബോധത്തിൽ ചലനം സംഭവിക്കുന്നില്ല എന്ന അനുഭവത്തിലെത്തിച്ചേരും ഭവിഷ്യതി എന്നാണ് ഇവിടെ പറയുന്നത്. അസ്പന്ദമാനം ആലാതം അനാഭാസമജം യഥാ അസ്പന്ദമാനം വിജ്ഞാനം അനാഭാസമജം തഥാ. ശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം